നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കറിയാം ഈ സീസൺ ബയൺ മ്യൂണിക്ക് ആർഗ്യുബിലി ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും ഇംപ്രസീവ് അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന ടീമാണ് ബയൺ മ്യൂണിക്ക്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ഐഡിയോളജിസ്റ്റാണ് വിൻസെൻ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കോച്ച്. പുള്ളിയുടെ ഫിലോസഫീസ് അറ്റാക്കിംഗ് ഫിലോസഫിയിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു മാനേജറോടാണ്. ഈ സീസൺ 10 മാച്ചുകളിൽ നിന്ന് ഓൾ കോമ്പറ്റീഷൻ 10 ജയിച്ചുകൊണ്ടാണ് ഈ അൺബീറ്റൻ മാത്രമല്ല ഫുൾ മാച്ചും ജയിച്ചുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ലീഗിലെ സ്റ്റാറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഗോൾസ്, ഏറ്റവും XG, ഏറ്റവും ചാൻസ് ക്രിയേറ്റ്, ഹൈലി റേറ്റഡ്. ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസീവിനി സോളിഡാണ്. ആകപ്പാടെ 3 ഗോളെ അവർ ലീഗ് കൺസീഡ് ചെയ്തിട്ടുള്ള ഏറ്റവും കുറച്ച് XG കൺസീഡഡ് ആയിട്ടുള്ള സൈഡാണ്. പൊസഷൻ വോൺ ഇൻ ദ ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും ടോപ്പ് നിൽക്കുന്ന സൈഡാണ്. സോ സ്റ്റാറ്റ് മെട്രിക്സിലെല്ലാം ടോപ്പ് നിൽക്കുന്നുണ്ട്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ വിൻസെൻ്റ് കമ്പനി എന്താണ് ഈ ടീമിനെ വെച്ച് ബിൽഡ് ചെയ്യുന്നത്, എന്താണ് കുക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ചെറിയ അനാലിസിസ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബയൺ മ്യൂണിക്കിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഹാരി കെയ്ൻ ആണോ നമ്പർ 9, ലൂയിസ് ഡിയാസ് ആണോ നമ്പർ 9, ഒലീസെ ആണോ നമ്പർ 9, ഗ്നാബ്രി ആണോ നമ്പർ 9? അല്ല, എല്ലാവർക്കും ഒരു ഫിക്സഡ് റോൾ ഇല്ല. എല്ലാവർക്കും ഇടയിൽ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ട്. സോ ബയൺ മ്യൂണിക്ക് ബേസിക്കലി ചെയ്യുന്നത് എന്താണ്? അവരുടെ സ്ട്രൈക്കേഴ്സിനെ അവർ ഡ്രോപ്പ് ചെയ്യിപ്പിക്കും. ഹാരി കെയ്ൻ ആണെങ്കിലും, ഗ്നാബ്രി ആണെങ്കിലും, ഒലീസെ ആണെങ്കിലും, ലൂയിസ് ഡിയാസിനെ ആണെങ്കിലും അവർ ഡ്രോപ്പ് ചെയ്യിപ്പിക്കും, മൂവ്മെൻറ്റ്സ് നടത്തിക്കും. ഹാരി കെയ്ൻ നിങ്ങൾ ചിലപ്പോൾ എക്സ്ട്രീം റൈറ്റിൽ കാണാം, എക്സ്ട്രീം ലെഫ്റ്റിൽ കാണാം. സെൻട്രൽ ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ലൂയിസ് ഡിയാസ് ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റാനിസിച്ച് സെൻട്രൽ ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം ആ ഒരു സ്റ്റാനിസിച്ച് നടത്തേണ്ട ഫുൾ ബാക്ക് ഏരിയയിലൂടെ നടത്തേണ്ട റണ്ണ് നടത്തുന്നത് ചിലപ്പോൾ ഹാരി കെയ്ൻ ആയിരിക്കും. ആൻഡ് ഈ ടീമിൽ ചെയ്യുന്നൊരു സംഭവം ഇതാണ്: അറ്റാക്കേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു, ഒപ്പോണൻറ്റ് ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. അറ്റാക്കറിനോടൊപ്പം ഡ്രോപ്പ് ചെയ്യണോ അതോ ആ പൊസിഷൻ നിൽക്കണോ? സോ അറ്റാക്കറിനോടൊപ്പം ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ അവർ സെൻട്രൽ ചാനൽസിനും മറ്റുമൊക്കെ ന്യൂമെറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസസ് ഫുൾ ബാക്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അറ്റാക്കേഴ്സ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ. അഥവാ ഒരു അറ്റാക്കർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു അറ്റാക്കർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. 1-on-1 എല്ലാവരും ഈക്വലി ഗുഡാണ് ഈ ടീമിൽ. സോ എന്താണ് ഈ ടീമിനെ സ്പെഷ്യൽ ആക്കുന്നത്? പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ടീമിൽ ഈഗോസ് ഇല്ല എന്നുള്ളതാണ്. സോ കിമിച്ചാണ് ഈ ടീമിൻ്റെ ബേസ്. പക്ഷേ നമ്മൾ ഏറ്റവും മാർക്ക് കൊടുക്കേണ്ട പ്ലെയർ ഹാരി കെയ്ൻ ആണ്. അതെന്താണെന്ന് ഈ വീഡിയോയിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം മെയിൻ ഫോക്കൽ പോയിന്റ് ആൾ ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പം ടോപ്പ് സ്കോററും എല്ലാം ആണ്. ലീഗിൽ 11 ഗോൾസും എല്ലാം ആയിട്ടുണ്ട്. ഓൾ കോമ്പറ്റീഷൻ 17 ഗോളായിട്ടുണ്ട്. ഓൾറെഡി 20 ഗോൾ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു. ആ 104 മാച്ചുകളിൽ നിന്നും 100 ഗോൾസും ആൾ സ്കോർ ചെയ്ത ആൾക്ക് ബയൺ മ്യൂണിക്കിന് റെക്കോർഡാണ്. ഏറ്റവും സ്പീഡിൽ 100 ഗോളിൽ ടോപ്പ് 5 ലീഗ്സിൽ യൂറോപ്പിലെത്തിയ ഒരു പ്ലെയറായി ഹാരി കെയ്ൻ മാറി. സോ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം നമ്പേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ടീമിന് വേണ്ടി പുള്ളി സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. അതായത് തൻ്റെ ടീം മേറ്റ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പുള്ളി മൂവ്മെൻറ്റ് എടുത്താൽ റെഡിയാണ്. ആൻഡ് ഓഫ് ദ ബോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് സെൻറ്റർ ബാക്സിനും മറ്റുമൊക്കെ ആൾ നല്ലപോലെ കവർ കൊടുക്കാറുണ്ട്. ആൻഡ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആയിരിക്കണം ഫോക്കൽ പോയിന്റ്, ഞാൻ മെയിൻ ആയിരിക്കണം എന്നുള്ള ഒരു ഇതും പുള്ളിക്കില്ല. സോ അതാണ് ഹാരി കെയ്നെ ഡിഫറെൻ്റ് ആക്കുന്നത്. സോ അതിൻ്റെ പോയിന്റ്സ് ഞാൻ വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ അത് സ്ട്രെച്ച് ചെയ്യുന്നില്ല. ബട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഉള്ള സ്ട്രക്ചർ, എന്താണ് ഇവരുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും. മെയിൻലി നമ്മൾ സ്ട്രെങ്സിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. സോ നമുക്ക് നേരെ അനാലിസിസിലോട്ട് കിടക്കാം. അത് കണ്ടിട്ട് നമുക്ക് വീക്ക്നെസ്സിലോട്ട് പോകാം. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു 4-2-3-1 ആണ് ഓൺ പേപ്പറെങ്കിലും ശരിക്കും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഓഫ് ദ ബോൾ അല്ലെ ഇതിലാണ് നമ്മൾ കാണുന്ന ഒരു 4-4-2 ഷേപ്പ് അല്ലേ. ഇപ്പോൾ ഒലീസെ ഡ്രോപ്പ് ചെയ്യും, ഗ്നാബ്രിയും കെയ്ൻ്റെ ഇടയിൽ ചേഞ്ച് ഇറക്കുക, അതിലൂടെ വരാം ഒരു 4-4-2 ഷേപ്പിലൂടെ ഒരു മാക്സിമം നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മാച്ചുകളുടെ ഇടയിൽ. സോ ഇവർ ചെയ്യുന്നത് എന്താണ്? ഒപ്പോണൻറ്റ് ശരിക്കും അവരുടെ 2 സ്ട്രൈക്കേഴ്സിനെ വെച്ചായിരിക്കും എപ്പോഴും പ്രസ് ചെയ്യുക ബയൺ മ്യൂണിക്കിന്. എല്ലാ ടീമുകളും മിക്കപ്പോഴും ആവറേജ് അങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നമ്മളെപ്പോഴും ബയൺ മ്യൂണിക്ക് കാണുന്നത് എന്താണ്? കിമ്മിൻജെ സ്റ്റാനിസിച്ച് പുഷ് ചെയ്യും, ലെയ്മറും പുഷ് ചെയ്യും. ഓക്കെ, നല്ലപോലെ തന്നെ പുഷ് ചെയ്യും ഇവർ രണ്ടുപേരും. സോ എന്നിട്ട് ഈ 2 CBസും സ്ട്രെച്ച് ചെയ്യും. എന്നിട്ട് സംഭവിക്കുന്നത് കിമ്മിച്ച് 3rd CB ആയിട്ട് ആക്ട് ചെയ്യും. ന്യൂ ഇയറിനെ ബിൽഡപ്പ് ഫേസിനും ഇൻവോൾവ് ചെയ്തിരിക്കും. അത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ 2 പ്ലേയേഴ്സ് പ്രസ് വരുമ്പോഴേക്കും ഇവിടെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പാവലോവിച്ചോ അല്ലെങ്കിൽ കുറച്ച് ആരാണെങ്കിലും ആളും സപ്പോർട്ടിനും ഓപ്പോണൻറ്റിൻ്റെ പ്ലേയേഴ്സിനെ ട്രാക്ക് ചെയ്യും. സോ ഈ ഒരു കേസ് സെനാരിയോയിൽ ന്യൂ ഇയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പം ന്യൂ ഇയറിനെ ഒരു ബോൾ പ്ലേയിങ് പ്ലെയറായിട്ട് ആക്ട് ചെയ്യും. കിമ്മിച്ചിലോട്ടും ഒരു പ്ലെയർ എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യുകയാണ്. ഗ്നാബ്രി ക്യാൻ ഡ്രോപ്പ്, അല്ലെങ്കിൽ ഹാരി കെയ്ൻ ക്യാൻ ഡ്രോപ്പ്, അല്ലെങ്കിൽ ഒലീസെ ക്യാൻ ഡ്രോപ്പ്, അല്ലെങ്കിൽ ലെയ്മർ ക്യാൻ മേക്ക് ദ മൂവ്മെൻറ്റ്. സോ ന്യൂ ഇയറും ടെക്നിക്കലി ഒരു ഔട്ട്ഫീൽഡ് പ്ലെയറാണ്. കംഫർട്ടബിളി ആൾക്ക് ഈ പാസുകൾ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കേസ് സെനാരിയോയിൽ മിക്കവരും ചെയ്യാറുള്ളത് ആ ഒരു മിഡ്ഫീൽഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും.
മിക്കപ്പോഴും സംഭവിക്കുന്ന കിമ്മിച്ചിന് കംഫർട്ടബിളി തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിമ്മിച്ച് റൈറ്റ് സൈഡിലോട്ട് പോകും, ഉപ്പമെക്കാനോ സെൻട്രൽ വരും, തേർഡ് CB ആയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് കിമ്മിച്ച് ആക്ട് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ കിമ്മിച്ച് ത്രൂ ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. സോ ഒപ്പോണൻറ്റ് സെൻട്രൽ ലൈൻസും മറ്റുമൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സിനാരിയോസിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ഇപ്പോൾ ചില സമയത്ത് പവലോവിച്ചും ഡ്രോപ്പ് ചെയ്യും, കിമ്മിച്ച് മിഡ്ഫീൽഡിലും കളിക്കുന്ന നമുക്ക് കാണാം, തേർഡ് CB ആയിട്ട് പവലോവിച്ചോ അല്ലെങ്കിൽ കുറച്ച് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ കാണിക്കുന്ന ഒരു സാധനം ഇവിടെ സ്പേസസ് ക്രിയേറ്റഡ് ആക്കും. സോ ഇവിടെ ഗ്നാബ്രിയുടെ മൂവ്മെൻറ്റ്സ് കാണാം, പുള്ളി ഡ്രോപ്പ് ചെയ്യും, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യും. സോ ഇല്ലാത്ത സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അവരുടെ ഫുൾ ബാക്സിനെ അവരുടെ വിങ്ങേഴ്സ് ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സിറ്റുവേഷനാണ് ഒലീസ് ഇത്. സോ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലെച്ച കിമ്മിച്ചിൻ്റെ കാലിലാണ് ബോൾ, അവർ 2 പ്ലേയേഴ്സ് പ്രസ് ചെയ്യണം. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്നാബ്രീനെ ഈ പ്ലെയർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിനാരിയോയാണ്. ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യും. ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്നാന്ന് വെച്ചാൽ പല സിറ്റുവേഷൻസിലും നമ്മൾ കാണാറുള്ളതാണ്. ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോസ് വരുമ്പം കൂടെ ഒരു ഡിഫൻഡറിനെ ട്രാക്ക് ചെയ്യും. ഈ സ്പേസ് ക്രിയേറ്റ് ആകും. ഒലീസ റൺ നടത്തും. ഒലീസനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഒലീസയുടെ റൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാത്തപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒലീസനെ ട്രാക്ക് ചെയ്യുകയാണ്, ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുകയാണ്, ഹാരി കെയ്ൻ ഒരു പാസിംഗ് ഓപ്ഷനായിട്ട് വരികയാണ്. ഈ ഒരു കേസ് സിനാരിയോയിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസിലോട്ട് ലെറ്റ്സ് ലെയ്മർ റണ്ണ് നടത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സിമിലർലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലൂയിസ് ഡിയാസിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ ലെഫ്റ്റിലോട്ട് ചില സിറ്റുവേഷനിൽ ലെഫ്റ്റിലോട്ടാണ് ഹാരി കെയ്ൻ മൂവ് ചെയ്യുന്ന സിനാരിയാണ് വരുന്നതെങ്കിൽ ലൂയിസ് ഡിയാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. അതോ ലൂയിസ് ഡിയാസും ബ്ലോക്ക്ഡാണ്, ഹാരി കെയ്നും ലോട്ടും ആ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസിലോട്ട് സ്റ്റാനിസിച്ചും ചില സമയത്ത് റൺസ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ മെയിൻലി നമുക്ക് ഇപ്പോഴത്തെ ലൈമറിനെ യൂസ് ചെയ്ത് ഈ ഒരു ടാക്ടിക്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും വെൻ ഹാരി കെയ്ൻ മേക്സ് ദ മൂവ്. അഥവാ ഹാരി കെയ്നോടൊപ്പം ഒരു പ്ലെയർ റണ്ണ് നടത്തുന്നില്ല, ഹാരി കെയ്ന് ടൈം ഓൺ ദ ബോൾ കിട്ടുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഹാരി കെയ്ൻ്റെ കാലിലോട്ട് ബോൾ വരുന്ന ഈ ഒരു സിനാരിയോയിലും പൗലോവിച്ചിൻ്റെ ഭാഗത്തുനിന്ന് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും. സോ അറ്റൻഷൻ ഹാരി കെയ്നിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ ധാരാളം സ്പേസുകൾ ഗ്നാബ്രിക്കും പൗലോവിച്ചിനും ഓപ്പൺ ആവും. ധാരാളം സ്പേസുകൾ ഓപ്പൺ ആവും. സോ ഹാരി കെയ്ൻ ഈസ് റിയലി ഗുഡ് ഇറ്റ് പ്രൊവൈഡിങ് ഈ ഇൻ ബിഹൈൻഡ് ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും. കൂടാതെ ലെയ്മറിൻ്റെ ഭാഗത്തുനിന്ന് റൺസ് വരും, സ്റ്റാനിസിച്ചിൻ്റെ ഭാഗത്തുനിന്ന് റൺസ് വരും. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം പല സിറ്റുവേഷൻസിലും അവർ ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സിനാരിയോയിൽ ഇപ്പോൾ അവരുടെ ബാക്കിലോട്ടുള്ള ഫ്രണ്ടിൽ നിന്നുള്ള പ്ലേയേഴ്സ് ബാക്കിലോട്ട് വരാൻ ടൈം എടുക്കും, കിമ്മിച്ചിൻ്റെ ഭാഗത്തുനിന്ന് റൺസ് വരും. സോ ഈ ഒരു പർട്ടിക്കുലർ കേസ് സിനാരിയോ കാണാം, ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്യുന്നു, അറ്റൻഷൻ ഹാരി കെയ്നിലോട്ട് പോകുന്നു, ആൻഡ് പല സിറ്റുവേഷൻസിൽ ഓവർലോഡ് ധാരാളം റണ്ണേഴ്സ് ഇവർക്ക് കിട്ടും. ഓവർലോഡ് കംഫർട്ടബിളി ആര് ക്രിയേറ്റ് ചെയ്യും? ഹാരി കെയ്ൻ്റെ ഒരു സിമ്പിൾ മൂവ്മെൻറ്റ്സിലൂടെ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യും. അല്ലാത്തപ്പം ചിലപ്പോൾ ഒലീസായിരിക്കും ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്, ഹാരി കെയ്ൻ അപ്പ് ഫ്രണ്ട് നിൽക്കും. സോ പ്ലെയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോയാണ്. സോ അനദർ കേസ് സിനാരിയോ ഇവർ അഥവാ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല, ആ കേസ് സിനാരിയോയിൽ ഹാരി കെയ്ൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതൽ യൂസ്ഫുൾ ആവും. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക, ഇവിടെ ആണെങ്കിൽ അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല അപ്പ് ഫ്രണ്ട് ഉള്ള 2 പ്ലെയേഴ്സ്, അതായത് അവരുടെ നമ്പർ 9ഉം നമ്പർ 10ഉം ആണല്ലോ നമ്മൾ മുമ്പ് ഇട്ടത്. ഇപ്പോൾ ബാക്ക് 3യിലൂടെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അവർ അഗ്രസീവ്ലി വന്ന് ഈ 2 പ്ലെയേഴ്സും പ്രസ് ചെയ്യുന്നില്ല, അവർ ബാക്കിൽ തന്നെ നിൽക്കുകയാണ്, അഥവാ അവർ സെൻട്രലി ചാനൽ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ വെച്ചാൽ അവർ മിഡ്ഫീൽഡ് ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, പ്രസ്സിങ് സ്ട്രക്ചർ വൈസും അവർ സുപ്പീരിയർ ആവാൻ നോക്കുകയാണ്, അഗ്രസീവ് പ്രസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് പാസിംഗ് ലൈൻസ് നമുക്ക് കട്ട് ചെയ്യാം. കിമിച്ചിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ, കിമിച്ച് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ അവർ അഗ്രസീവ്ലി വന്ന് കിമിച്ചിനെയോ അല്ലെങ്കിൽ ഉപ്പമക്കാനോ, ഇപ്പോൾ കിമിച്ചിനെ പ്രസ് ചെയ്യാനായിട്ട് വരുമ്പോൾ കിമിച്ച് ഉപ്പമക്കാനോട്ടുള്ള പാസിംഗ് ലൈൻ ഒപ്പം ഉപ്പമക്കാനോയിലൂടെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പൗലോവിച്ച് ഡ്രോപ്പ് ചെയ്യും ബോൾ റിസീവ് ചെയ്യുന്നതാണ്. പക്ഷെ അവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല. ഈ ഒരു കേസ് സിനാരിയോസിലാണ് മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ പൗലോവിച്ച് ഇത് ഗ്നാബ്രി മിഡ്ഫീൽഡിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ ഒരു ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ പ്ലെയറിനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. സോ പൗലോവിച്ച്, സോ ഈ ഒരു സിറ്റുവേഷനിൽ ഒലീസിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ വൈറ്റലാണ്. ഒലീസ് പലപ്പോഴും മൂവ്മെൻറ്റ്സ് നടത്തുകയും ഒലീസിലോട്ടുള്ള പാസിംഗ് ലൈൻസ് ഓപ്പൺ ആവും. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഡിയാസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ കിമ്മിൻ്റെ ആയിരിലോട്ടായിരിക്കും ബോൾ പോവുക, കിമ്മിൻ്റെ ലൂയിസ് ഡിയാസിൻ്റെ മൂവ്മെൻറ്റ്സിലൂടെ ലൂയിസ് ഡിയാസിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ അറ്റൻഷൻ പോവും, സ്റ്റാനിസിച്ച് ഈ സ്പേസ് എക്സ്പ്ലോയിറ്റഡ് ആക്കും. ഹാരി കെയ്ൻ്റെ മൂവ്മെൻറ്റ് വരും സപ്പോർട്ടിന്, ഹാരി കെയ്ൻ മൂവ് ചെയ്യുമ്പോൾ ഡിഫൻഡർ മൂവ് ചെയ്യും. ഈ ഒരു കേസിനാരും ഗ്രാബറിക്ക് സ്പേസ് ഓപ്പൺ ആവും. ഗ്രാബറിയിലോട്ട് അറ്റൻഷൻ പോവുകയാണെങ്കിൽ ഒലീസിന് റൺ നടത്താൻ സ്പേസ് ഓപ്പൺ ആവും. ഒലീസിലോട്ട് അറ്റൻഷൻ പോവുകയാണെങ്കിൽ പൗലോവിച്ചിൻ്റെ റൺസ് വരും. സോ ലൈമറിൻ്റെ റൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിമ്മിച്ച് പതുക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. സോ ഇല്ലാത്ത സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യും മൂവ്മെൻറ്റ്സ് ത്രൂ. ഈ മൂവ്മെൻറ്റ്സ് വന്നിട്ടും എല്ലാ ടീമിനും ഇത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബയൺ മ്യൂണിക്കിൻ്റെ എല്ലാ പ്ലേയേഴ്സും ഈക്വലി ഗുഡാണ്, എസ്പെഷ്യലി അറ്റാക്കേഴ്സ് ഈക്വലി ഗുഡാണ്. അവർ ഓൺ ദ ബോളും സൂപ്പർമാണ്, അവർക്ക് എല്ലാവർക്കും പ്രസ് റെസിസ്റ്റൻറ്റുമാണ്. ആൻഡ് എല്ലാവരും എസ്പെഷ്യലി ഹാരി കെയ്നും ഗ്രാബറിയും ഒലീസയും ലൈമറിനെ അധികം പറയുന്നില്ല, എന്നാലും കിമ്മിച്ചാണേലും പവലോവിച്ച് ആണേലും ലൂയിസ് ഡിയാസ് ആണേലും 1-on-1 ഇവരെല്ലാം സൂപ്പറാണ്. 1-on-1 സിറ്റുവേഷൻസിൽ അവർ ഡ്രിബിൾ ചെയ്യാനായിട്ട് സൂപ്പറാണ്. ആൻഡ് ഇവരുടെ എല്ലാവരുടെയും പാസിംഗ് റേഞ്ചും അവർ അടിപൊളിയാണ്. ആൻഡ് വർക്ക് ലോഡ് എടുക്കുന്ന പ്ലേയേഴ്സാണ്. സോ ഇവരുടെ മൂവ്മെൻറ്റ്സ് ത്രൂ
ക്രിയേറ്റഡ് ആവുന്ന സ്പേസ് വെച്ചിട്ട് ടീംമേറ്റ്സ് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഈക്വലി 1-on-1 വന്ന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ ആണെങ്കിലും ആ പ്ലെയറിനെ ബീറ്റ് ചെയ്ത് ഡ്രിബിൾ ചെയ്തിട്ട് ആ ഒരു പാസ് മേ ബി ലെയ്മർ ഈ റൺ എടുത്തുമ്പോഴേക്കും ആ ഒരു പാസ് ഗ്നാബറിക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ലെയ്മറിനായിരിക്കും ആ സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഒരു ടീംമേറ്റിന് ഇല്ലാത്ത സ്പേസ് മൂവ്മെൻറ്റ്സ് ത്രൂ അഗ്രസീവിൽ അവർ പ്രസ് ചെയ്താലും അഗ്രസീവിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ബയൻ്റെ ട്രാപ്പിലോട്ട് കൂടുതൽ വീഴും. അഥവാ അഗ്രസീവിൽ പ്രസ് ചെയ്തില്ലേ അവർ മൂവ്മെൻറ്റ്സ് ത്രൂ ഒരു പ്ലെയറിനെ അവർ ഫ്രീ ആക്കും, ആ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആക്കി കൊടുക്കും. അതാണ് ബയൻ്റെ ബിഗസ്റ്റ്. സോ നമുക്കാണെങ്കിൽ ബയൻ്റെ കുറച്ച് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. സോ ബയൻ്റെ ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഇവിടെ തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യുന്ന ഗൊററ്റ്സ്കയാണ്. ഓക്കെ, ലാസ്റ്റ് ഫ്രാങ്ക്ഫുട്ട് മാച്ചാണ്. ഈ ഒരു മാച്ചിൽ കിമ്മിച്ചിലോട്ട് ബോൾ പോവാണ്. ഇവിടെ എല്ലാ പ്ലെയേഴ്സിൻ്റെയും പൊസിഷനിങ് നിങ്ങൾ നോക്കുക. ഓക്കെ, ഹാരി കെയിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം, ലൂയിസ് ഡിയാസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം, വൈഡിൽ ലെയ്മർ നിൽക്കുന്ന കാണാം, സാഷ ബോയ് ആണ് ഈ മാച്ച് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു സിറ്റുവേഷൻ ഗ്നാബ്രിയുടെ പൊസിഷൻ നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാം. സോ ലൂയിസ് ഡിയാസിൻ്റെ പൊസിഷനിൽ നിങ്ങൾക്ക് ഇപ്പം ഗ്നാബ്രീനെയാണ് കാണാൻ സാധിക്കുന്നത്. ലൂയിസ് ഡിയാസ് ആണ് സെൻറ്ററിലേക്ക് കയറിയിരിക്കുന്നത്. സോ അവിടെ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം, ഡിഫൻഡേഴ്സ് കൺഫ്യൂസ്ഡ് ആവണം. അവിടെ ഹാരി കെയിനെ നിങ്ങൾ നോക്കുക, കിമ്മിച്ചിലോട്ട് ബോൾ കിട്ടുന്നു, കിമ്മിച്ച് നേരെ ലൂയിസ് ഡിയാസിനെ ഫൈൻഡ് ചെയ്യണം. സോ ലൂയിസ് ഡിയാസിനെ ഫൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാം എല്ലാ ഡിഫൻഡേഴ്സിൻ്റെ അറ്റൻഷൻ ലൂയിസ് ഡിയാസിലോട്ട് പോവാണ്. അവിടെ ഹാരി കെയിൻ പോലത്തെ ഒരു വൻമരം അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. എലിഫൻറ്റ് ഇൻ ദ റൂം ആരാണ് ഇവിടെ? ഹാരി കെയിൻ. സോ അവിടെ എല്ലാ ഡിഫൻഡേഴ്സിൻ്റെയും ഫോക്കസ് ലൂയിസ് ഡിയാസിലോട്ട് വന്നു. സോ ഹാരി കെയിൻ നിങ്ങൾക്ക് കാണേണ്ട പൊസിഷൻ ഏതാണ്? ആ സെൻട്രലിലൂടെ ശരിക്കും റൺ നടത്താണ്. പക്ഷേ അവിടെ ഡിഫൻഡേഴ്സ് റിയലി കൺഫ്യൂസ്ഡ് ആവാണ് ഹാരി കെയിൻ്റെ മൂവ്മെൻറ്റിലൂടെ. ഓക്കെ, ഹാരി കെയിൻ ഒരു ഡേഞ്ചറസ് പൊസിഷനിലല്ല. കാരണം അവിടെ ഗ്നാബ്രി ഇൻ ബിഹൈൻഡ് റൺ നടത്തുന്നതാണ്, പക്ഷേ ഗ്നാബ്രി അവിടെ ഓഫ് സൈഡ് പൊസിഷനാണ്. അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പോൾ ലൂയിസ് ഡിയാസ് ബോളോട്ട് വരുന്നത് എല്ലാവരുടെയും ഫോക്കസ് ലൂയിസ് ഡിയാസിനും ഗ്നാബ്രിയിലുമാണ്. പുറയിലൂടെ ഹാരി കെയിൻ വരുന്നുണ്ട്. അവിടെ ഗ്നാബ്രീനെ അവർ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ഗ്നാബ്രി അവിടെ ഓഫ് സൈഡിലാണ്. സോ അങ്ങോട്ടേക്കുള്ള പാസിംഗ് ലൈൻ ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പുറത്ത് ഒലീസയും റൺ നടത്താനും നിൽപ്പുണ്ട്, ആ ഡിഫൻഡർ ഒലീസറൊപ്പമാണ്. അവിടെ ഹാരി കെയിൻ വരുന്ന കാണുവാണ്. ഹാരി കെയിനിലോട്ട് ബോൾ പോവുകയാണ്. നിങ്ങൾക്കിപ്പം കാണാം ഹാരി കെയിൻ എന്തുമാത്രം ടൈം ഓൺ ദ ബോളാണ് കിട്ടുന്നത്. കാരണം എല്ലാവരുടെയും ഫോക്കസ് ഗ്നാബ്രിയിലും ലൂയിസ് ഡിയാസിലും ആയിരുന്നു. ആൻഡ് ഹാരി കെയിൻ്റെ കാലിൽ ബോൾ കിട്ടുന്നു, ആൻഡ് ഹാരി കെയിൻ ഷൂട്ട് ചെയ്യുകയാണ്, ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അതാണ് പറഞ്ഞത്, അവിടെ ആ ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഹാരി കെയിൻ്റെ ആ മൂവ്മെൻറ്റിലൂടെ. ഒരു പ്ലെയർ അവിടെ ഫ്രീ ആയി, ആര്? ഹാരി കെയിൻ. ഗ്നാബ്രിയിലും ലൂയിസ് ഡിയാസിലോട്ടും ഫുൾ ഫോക്കസ് ആ ഒരു ട്രാൻസിഷനിൽ പോയി. അനദർ സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പം മറ്റൊരു സിറ്റുവേഷൻ കാണാം. ഇവിടെ ബോൾ കിട്ടിയിരിക്കുന്നത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒലീസിൻ്റെ കാലിലാണ്. സോ ഇവിടെ മുമ്പേ ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കുക, ഹാരി കെയിൻ്റെ പൊസിഷൻ ഹയർ ഓഫ് ദ പിച്ചസിലാണ്. സോ അതാണ് പറഞ്ഞത്, തൻ്റെ ടീംമേറ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒലീസെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ ഗ്നാബ്രിയും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ ലൂയിസ് ഡിയാസും ഹാരി കെയിനുമാണ് ഇപ്പോൾ ഹയർ ഓഫ് ദ പിച്ചസിൽ നിൽക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഹാരി കെയിന് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒലീസ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ഗ്നാബ്രി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, അവർ സ്പേസ് ക്രിയേറ്റഡ് ആക്കുന്നുണ്ട്. സോ ഈ ഒരു സിനാരിയോയിൽ ഒലീസിൻ്റെ കാലിലോട്ട് കിട്ടുന്നു, ആൻഡ് ഒലീസിൻ്റെ ബോൾ ഓവർ ദ ടോപ്പ് ടു ഹാരി കെയിൻ. ഹാരി കെയിനെ ഫൈൻഡ് ചെയ്യുകയാണ്, ഹാരി കെയിൻ അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ അത് ശരിക്കൊന്ന് മാർജിൻ്റെ ഓഫ് സൈഡ് കാരണം അത് വിടുകയാണ്. പക്ഷേ അതാണ് പറഞ്ഞാൽ ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്യുന്ന ടീംമേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഡ്രോപ്പ് ചെയ്യുന്നു. മുമ്പേ ഹാരി കെയിൻ ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടു, ഇപ്പോൾ ഇവിടെ ഒലീസ ബോളായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഹാരി കെയിൻ ഹയർ ഓഫ് ദ പൊസിഷനിൽ നിൽക്കുന്നു. സോ അനദർ കേസിനാണ് ഇവരെല്ലാവരും കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന കാണാം. ഹാരി കെയിൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എന്താണ്? ഹാരി കെയിൻ ഡിഫെൻസീവിലെ ടീമിനെ അമ്മാതിരി ഹെൽപ്പ് ചെയ്യും. ഹാരി കെയിൻ ആ ഒരു ഈഗോ വെച്ച് കളിക്കുന്ന പ്ലെയർ അല്ല. പുള്ളിയുടെ പൊസിഷൻ നിങ്ങൾ നോക്കുക, പല സിറ്റുവേഷനിലും പുള്ളിയുടെ ട്രാൻസിഷനിൽ ട്രാക്ക് ബാക്ക് ചെയ്ത് വന്ന് ബോക്സിൽ പ്രസൻസ് ആയിട്ട് നിൽക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഹാരി കെയിനാണ് ബാക്കിൽ നിൽക്കുന്നത്. ആൻഡ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനായിരിക്കണം ഫോക്കൽ പോയിന്റ് എന്നുള്ള ഒരു വാശി ഹാരി കെയിനില്ല. ആൻഡ് ഇവിടെ ഹാരി കെയിൻ്റെ പൊസിഷൻ കാണാം, കൂടെ ടീംമേറ്റ്സ് എല്ലാം നോക്കാം, എല്ലാവരെയും മാർക്ക് ചെയ്യുകയാണ്. ആ ഒരു പ്ലെയറിന് സൈഡിലോട്ട് പാസ് ചെയ്യേണ്ടി വരുവാണ്. അവിടെ ആ പാസ് പോകുമ്പോഴേക്കും ഗൊററ്റ്സ്ക ചാടി ജമ്പ് ചെയ്യുകയാണ്, പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാണ്, ബോൾ വിൻ ചെയ്യാണ്, ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം പ്ലേയേഴ്സ് റൺ നടത്തുന്നത്. ഫൈനൽ തേർഡിലോട്ട് എത്തിയപ്പം അതാണ് പറയുന്നത്, ലൂയിസ് ഡിയാസിനെ അവർ ഫ്രീ ആക്കി. നിങ്ങൾക്ക് കാണാം അവിടെ 3 പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റിലൂടെ ഇപ്പം ലൂയിസ് ഡിയാസിനെ അവർ ആ വൈഡിൽ ഫ്രീ ആക്കി, ലൂയിസ് ഡിയാസിലോട്ട് ബോൾ പോവുകയാണ്. ലൂയിസ് ഡിയാസ് അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നു. സോ ഇത് കാണാൻ നിങ്ങൾക്ക് അതാണ് പറഞ്ഞാൽ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ ആർ ദെയർ. ആൻഡ് അനദർ കേസ് സിനാരിയോ, ഇപ്പോൾ ഇവിടെ ബയൺ മ്യൂണിക്കിൻ്റെ ഒരു ത്രോ ആണ്, ബയൻ്റെ കാലിക്കിട്ട് നിങ്ങൾക്ക് ഇപ്പം കാണാം എല്ലാവരും റൈറ്റ് സൈഡിൽ ഒരു ഡോമിനൻ്റ് ആയിട്ട് അവിടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ക്ലസ്റ്റർ നിങ്ങൾക്ക് കാണാം എല്ലാവരും ഫോം ചെയ്യുന്നത്. അവിടെ കിമ്മിച്ചിൻ്റെ കാലിലോട്ട് ബോൾ ഇടുന്നു. വെൻ കിമ്മിച്ച് ഗെറ്റ്സ് ദ ബോൾ തിങ്സ് ഹാപ്പൻ അല്ലേ. സോ ആ ഒരു സിനാരിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കിമ്മിച്ചിൻ്റെ കാലിലോട്ട് വന്നു. ഹാരി കെയിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം വൈഡിലാണ്, വൈഡ് റൈറ്റിലാണ് ഹാരി കെയിൻ പൊസിഷൻ ചെയ്യുന്നത്. ഒലീസ് സെൻട്രലിൽ കയറി നിൽക്കുന്നതാണ്. കിമ്മിച്ച് ഒലീസിനെ ഫൈൻഡ് ചെയ്യാൻ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലൂയിസ് ഡിയാസ് റൺ നടത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഹാരി കെയിൻ ഇപ്പോഴും ലെഫ്റ്റിലൂടെയാണ് വരുന്നത്. സോ ആ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒലീസ് പ്രസ് ചെയ്യാൻ വരുന്ന പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു, ആൻഡ് ലൂയിസ് ഡിയാസിലോട്ട് പാസ് റിലീസ് ചെയ്യാൻ. ആൻഡ് ലൂയിസ് ഡിയാസിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പോവുകയാണ്. സോ ഇവിടെ ഫൈനൽ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം 3 പ്ലേയേഴ്സ് ബോക്സിലുണ്ട്, ലൂയിസ് ഡിയാസിനെയും ഒലീസിനെയും കാണാം. കൂടെ നിങ്ങൾക്ക് കാണാം ആ ഒരു റണ്ണ് നടത്തുന്ന മറ്റൊരു പ്ലെയർ ഗൊററ്റ്സ്കയാണ്. അതായത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹാരി കെയിൻ അല്ല പൊസിഷൻ വരുന്നത്. ഹാരി കെയിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പം കാണാം, ആൾ റൈറ്റിലൂടെ വരികയാണ്, ഒരു ഫുൾ ബാക്ക്
റൺ നടത്തുന്ന പോലെയാണ് ഹാരി കെയ്ൻ ഈ സിനാരിയോയിൽ റൺ എടുത്തത്. സോ ആൾ റിയലി ഫോർ എ ടീം, തൻ്റെ ടീമിന് വേണ്ടി കളിക്കുന്നതിൻ്റെ എല്ലാ രക്ഷനും നിങ്ങൾക്ക് കാണാം. തൻ്റെ ടീംമേറ്റ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, തൻ്റെ ടീംമേറ്റ് മൂവ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ആ ടീംമേറ്റിൻ്റെ പൊസിഷൻ താൻ കവർ ചെയ്യുക, ആൻഡ് ഡിഫെൻസീവ്ലി ഹെൽപ്പ് ചെയ്യുക. സോ അല്ല ഞാൻ സെൻറ്ററിലൂടെ റൺ നടത്തത്തുള്ളൂ, ഞാനായിരിക്കണം ബോക്സിലെത്തുമ്പോൾ ഫോക്കൽ മാൻ, അങ്ങനെ ഒരു വാശി ഹാരി കെയ്ൻ ഇല്ല. ആൻഡ് അനദർ കേസിനാരിയോ മറ്റൊരു ഹാരി കെയ്ൻ്റെ മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ, ഇവിടെ ലെയ്മർ റൈറ്റിൽ നിൽക്കുകയാണ്, സെൻട്രലിലോട്ട് നിങ്ങൾക്കിപ്പം കാണാം ഒലീസയും ഗ്നാബ്രിയും റൺ നടത്തുന്നുണ്ട്, ലൂയിസ് ഡിയാസോ അവിടെ ഉണ്ട്, ആൻഡ് ഹാരി കെയ്ൻ ബാക്കിൽ നിന്ന് വരുവാണ്. സോ ഇവർ അതാണ് പറയുന്നത്, ബിൽഡപ്പ് ഫേസിലോ അതുപോലെ ട്രാൻസിഷനോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹാരി കെയ്ൻ ഡിഫെൻസീവ്ലി ഇറങ്ങി വന്ന് ടീമിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പലപ്പോഴും പല സിറ്റുവേഷനെയും ബാക്കിൽ നിന്ന് റൺ നടത്തി വരേണ്ട സിനാരി വരുന്നത്. സോ ഈ ഒരു ഫ്രെയിമിലോട്ട് നിങ്ങൾ നോക്കുക, ഹാരി കെയ്ൻ ആണ് ലെഫ്റ്റിൽ നിൽക്കുന്നത്. ആ ഒരു ബോക്സിലോട്ട് ബോൾ വരുമ്പോൾ ഹാരി കെയ്ൻ്റെ കാലിലോട്ട് ബോൾ ആ പാസിംഗ് സീക്വൻസ് ത്രൂ എത്തുവാണ്. സോ നമ്മൾ ഹാരി കെയ്നെ എക്സ്പെക്ട് ചെയ്യുന്ന എവിടെയാണ്, ഈ ഒരു സെൻട്രലിൽ വന്ന് നിൽക്കും. സോ ഈ ഒരു പ്ലെയറിൻ്റെ കാലിലോട്ട് ബോൾ ഇടുമ്പോൾ ക്രോസ് ബോക്സിലോട്ട് ഹാരി കെയ്ൻ ആയിരിക്കും അറ്റാക്ക് ചെയ്യാൻ വരുമെന്നാണ്. അല്ല, ഹാരി കെയ്ൻ ആണ് അവിടെ പൊസിഷൻ ചെയ്യുന്നത്. ആ ബോൾ ഹാരി കെയ്നിലോട്ട് ഇട്ടുന്നു, 3 പ്ലേയേഴ്സ് ബോക്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഹാരി കെയ്ൻ്റെ ബോൾ ഇൻ ടു ദ ബോക്സ്, അവിടെ ഗ്നാബ്രി വന്ന് ഫിനിഷ് ചെയ്യാണ്. അവിടെ 3 പ്ലേയേഴ്സ് നിങ്ങൾക്ക് ഇപ്പം കാണാം ഫൈനൽ ഫ്രെയിമിൽ. സോ ഹാരി കെയ്ൻ തൻ്റെ ടീംമേറ്റ്സ് റണ്ണ് നടത്തുന്നുണ്ടെങ്കിൽ അവരത് എക്സ്പ്ലോയിറ്റ് ചെയ്യട്ടെ, ഞാൻ എൻ്റെ ഏരിയ കവർ ചെയ്യും, ഞാൻ എൻ്റെ ഓൺ ദ ബോൾ ആബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യും, ഞാൻ ഡിഫെൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് പറയുന്നത്, ടീംമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഞാനും മൂവ്മെൻറ്റ് നടത്തും. ഹാരി കെയ്ൻ്റെ അത് ശരിക്കും ഒന്ന് കോച്ചിന് മാർക്ക് കൊടുക്കണം. ആൻഡ് ആസ് എ ടീം എല്ലാവർക്കും ഈക്വലി ആ സെൻട്രൽ ചാനലിലെ 4 പൊസിഷനിലും ഈക്വലി എല്ലാവർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. ആൻഡ് മൂന്നാമത് ഹാരി കെയ്ൻ്റെ ഈഗോ, നോ ഈഗോ പ്ലെയർ ആണ് ഹാരി കെയ്ൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹി ക്യാൻ കവർ അപ്പ് ഫോർ ദ ടീം. സോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഒരു അറ്റാക്കിംഗ് സീക്വൻസിനും മറ്റുമൊക്കെ അവരുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് ഡിഫെൻസീവ്ലി അവർ ചെയ്യുന്ന ഇതൊന്നും. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഫെൻസീവ്ലി XG കൺസിഡർ ചെയ്യേണ്ട കാര്യത്തിൽ ഇവരിപ്പം കുറഞ്ഞാണ് നിൽക്കുന്നത്, 3 ഗോൾസേ കൺസിഡർ ചെയ്തിട്ടുള്ളെങ്കിലും ഐ തിങ്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരു സ്ട്രോങ്ങർ ഒപ്പോണൻറ്റിന് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും ഇവർ മേ ബി കൂടുതൽ എക്സ്പോസ്ഡ് ആയേക്കാം. ചെൽസിയാണ് അവർ ഈ സീസൺ കളിച്ചേക്കുന്ന വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഒപ്പോണൻറ്റ്. ആ മാച്ചിലും മോമെൻറ്റ്സ് ഉണ്ടായിരുന്നു ചെൽസിക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. സോ അവരൊരു റിസ്ക് എടുക്കുന്നുണ്ട്, നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഇൻക്ലൂഡിങ് ഡിഫൻഡേഴ്സിനെ കമ്മിറ്റ് ചെയ്യുമ്പോഴേക്കും സ്പേസസ് ഇഷ്ടംപോലെ ഓപ്പൺ ആവുന്നുണ്ട്. കൂടാതെ ഇപ്പം ലെയ്മറും സാഷാ ബോയും സ്റ്റാറ്റിസ്റ്റിക്സ് ടോപ്പാണ്, ബട്ട് ലെയ്മറും സാഷാ ബോയും കുറച്ച് ലിമിറ്റഡാണ്. ഓക്കെ, അവർ ഡിഫെൻസീവ്ലി ഇവർ രണ്ടുപേരും വളർവാണ്. ഗോയിങ് ഫോർവേഡ് ഇവർ മോശമല്ല, പക്ഷേ എന്നാലും മേ ബി ഒരു ബെറ്റർ ചോയ്സ് ആണെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ്. അൽഫോൺസ് ഡേവിസ് ഒക്കെ തിരിച്ചു വരുന്ന ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. പക്ഷേ ഡിഫെൻസീവ്ലി സാഷാ ബോയ് ആണെങ്കിലും ലെയ്മറും കുറച്ച് തലവേദനയാണ്. കൂടാതെ സെൻട്രൽ ബാക്സ് ആയ ഉപമക്കാനായും ജൊനാഥൻ താഡ്, എസ്പെഷ്യലി ജൊനാഥൻ താഡ് ലാക്ക് ഓഫ് റിക്കവറി പേസ് കൂടുതൽ എക്സ്പോസ്ഡ് ആവും. കിം മിഞ്ചെ ആണെങ്കിലും ഉപമക്കാനാണെങ്കിലും 1-on-1 സിറ്റുവേഷൻസ് ചിലപ്പോൾ വൾണറബിളുമാണ്. കൂടാതെ ഞാൻ പറഞ്ഞു കിമ്മിച്ചിനെ ഡ്രോപ്പ് ചെയ്ത് അവർ ബിൽഡപ്പിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. സോ ഈ ഒരു സിനാരിയോ നിങ്ങൾ നോക്കുക, ഇവിടെ കിമ്മിച്ച് ഡ്രോപ്പ് ചെയ്യുവാണ്, ആ ഒരു സിറ്റുവേഷനിൽ ഒപ്പോണൻറ്റിൻ്റെ പ്ലെയേഴ്സ് കറക്റ്റ്ലി ട്രാക്ക് ചെയ്യുവാണ്. അവിടെ കിമ്മിച്ചിൻ്റെ ആ ഒരു പാസ് ചെടുക്കാൻ പോകുന്നത് പവലോവിച്ചിലോട്ടാണെന്നും മനസ്സിലാക്കി കറക്റ്റായിട്ട് ആ മൂവ്മെൻറ്റ് നടത്തുന്നു. ആ പവലോവിച്ചിലോട്ടുള്ള പാസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, കിമ്മിച്ച് ഫസ്റ്റ് ടൈം ചെയ്യുന്ന അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ്. സോ അങ്ങനത്തെ സിനാരിയോസ് വരെ ആ മൂവ്മെൻറ്റ്സ് റൈറ്റായിട്ട് ട്രാക്ക് ചെയ്താൽ പണിപാടാം. കൂടാതെ ഞാൻ പറഞ്ഞ ഈ 1-on-1 സിറ്റുവേഷൻസിൽ ഇവർ മോശമാണെന്ന് പറഞ്ഞ സിനാരിയോ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആ ഒരു ഫൈനൽ തേർഡിലോട്ട് അവരെത്തുമ്പോഴേക്കും അവിടെ ക്ലിയർ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ബയൺ മ്യൂണിക്കിനുണ്ട്. ബയണിൻ്റെ 3 പ്ലെയേഴ്സ് അവിടെ ഉണ്ട്, അവരുടെ ഒരു പ്ലെയർ ഉള്ളൂ. സോ ആ ഒരു സിനാരിയോ ഒരിക്കലും ആ പ്ലെയർ ബോൾ മുന്നോട്ട് പോകാൻ പാടില്ല. പക്ഷേ അവിടെ ആ ബോൾ ആൾ ഹോൾഡ് ചെയ്യുന്നു, അവരെ ബീറ്റ് ചെയ്യുന്നു, ആ ഒരു പാസ് കൊടുക്കുകയാണ്, ആൻഡ് ഫൈനൽ തേർഡിലോട്ട് വരുന്നു, അവിടെ ആ ഷോട്ട് ഗോളായിട്ട് കരാക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ എങ്ങാണ്ട് ഒരു ഹാൻഡ് ബോൾ സിനാരിയോ ഉള്ളതുകൊണ്ട് അത് ഓവർടേൺ ചെയ്യുകയാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ഫേസിൽ 3 vs 1 ആയിരുന്നു, അവിടെ നിന്ന് അവർ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടില്ല. സോ അനദർ സിനാരിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ആ ഒരു പ്ലെയറിൻ്റെ ടച്ച് ഒരു അല്പം ഹെവി ആവണം, പാസും അല്പം ഹെവിയാണ്. അവിടെ ഉപ്പമയ്ക്കാനോ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്, ഉപ്പമയ്ക്കാനോ ബോൾ വിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഉപ്പമയ്ക്കാനൊക്കെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ ആ പ്ലെയർ ആ ഡ്യുവൽ വിൻ ചെയ്യുവാണ്, ആ പ്ലെയർ ഉപ്പമയ്ക്കാനോ ടേക്ക് ഓൺ ചെയ്യുന്നു, ആ ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു കെയോട്ടിസം ബോക്സിനകത്ത് ക്രിയേറ്റഡ് ആവുന്നു, അവിടെ ഷോട്ട് എടുക്കുന്നു, അത് ഗോളായി മാറുകയാണ്. സോ 1-on-1 ഡിഫെൻഡിങ്ങിൽ സ്റ്റിൽ ഇഷ്യൂസ് ഉണ്ട് ഈ ടീമിന്. അവരുടെ ആ കൗണ്ടർ പ്രസ്, നമ്മൾ പറഞ്ഞല്ലോ അഗ്രസീവ് കൗണ്ടർ പ്രസ് ആണ്. ഇപ്പോൾ പൊസിഷൻ പോകുന്നത് ഫൈനൽ തേർഡിലെല്ലാം ടോപ്പാണ്, പക്ഷേ ആ കൗണ്ടർ പ്രസ് ബീറ്റ് ചെയ്യാണ്. 1-on-1 സിനാരിയോസ് വരുവാണ്, ഫൈനൽ തേർഡിലോട്ട് എത്തുവാണ്. സോ ഇവരുടെ ഡിഫൻഡേഴ്സ് കുറച്ച് വളർബിളാണ്. അനദർ സിനാരിയോ, ആ പ്രസ് ബീറ്റ് ചെയ്യുന്നു, ബോൾ ഓവർ ദ ടോപ്പ് പോകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ആ റണ്ണിൻ ബിഹൈൻഡ് നടത്തുവാണ്, അവിടെ കെയോട്ടിസം ക്രിയേറ്റഡ് ആവുകയാണ്. ഈ ബയൻ്റെ സെൻട്രൽ ബാക്സ് 1-on-1 ഡിഫെൻഡിങ്ങിന് നല്ലതല്ല. അവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് വൈഡിലോട്ട് ആ ഷോട്ട് പോവുകയാണ്, ഗോളാവുന്നില്ല, പക്ഷേ അവിടെ ഒരു ഗോൾ ക്രിയേറ്റിംഗ് ആക്ഷൻ വരുവാണ്. സോ 1-on-1 ഡിഫെൻസീവ് ഫേസിൽ ബയൺ മ്യൂണിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. ആൻഡ് ടോപ്പ് ഒപ്പോണൻസിന് അഗേൻസ്റ്റ് വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആവും ബയൺ മ്യൂണിക്ക്. പക്ഷേ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് അവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെൻറ്റ്സിൽ പ്ലേയേഴ്സ് എല്ലാം ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അത് പോസിറ്റീവാണ്. പക്ഷേ അവർ ആ കൗണ്ടർ പ്രസ് ബീറ്റ് ചെയ്യുവാണെങ്കിൽ
ഇൻ ബിഹൈൻഡ് അവരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ട്. കൂടാതെ 1 vs 1 സിറ്റുവേഷൻസിൽ ബയൺ മ്യൂണിക് ഡിഫൻഡേഴ്സ് അധികം കംഫർട്ടബിളും അല്ല. കിമ്മിൻജെ ആണെങ്കിലും ലെയ്മർ ആണെങ്കിലും സാഷാബോയ് ആണെങ്കിലും അധികം കംഫർട്ടബിൾ അല്ല 1-on-1. ഉപ്പമയ്ക്കാനോ മോശമല്ല, ബട്ട് ഉപ്പമയ്ക്കാനോയ്ക്ക് ഇഷ്യൂസ് ഉണ്ട് ആ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ. സോ അതാണ് ബയൺ മ്യൂണിക്കിന് വൺ ഓഫ് ദി ഇഷ്യൂ. മേ ബി ടോപ്പ് ടീമുകൾക്ക് അഗേൻസ്റ്റ് വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആയേക്കാം ആ കാര്യത്തിലോട്ട് വരും. പക്ഷേ ഈക്വലി അവർ ഒഫൻസീവ്ലി ഗുഡാണ്. വേൾഡ് ഫുട്ബോളിലെ എല്ലാ ടീമിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഒഫൻസീവ് ഗെയിം കളിക്കുന്ന ടീമാണ്. സോ മേ ബി ഡിഫൻസീവിൽ ഉള്ള വൾണറബിലിറ്റീസ് അവർ ഒഫൻസീവ് ഗെയിം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. സോ അത് ബിഗ് ഗെയിംസിലോട്ട് വരുമ്പോൾ അത് പറ്റുമോ എന്നുള്ളതാണ് ബയൺ മ്യൂണിക്ക് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.